നമസ്കാരം. മലയാള വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വാർത്തകൾ വിശദമായി. ജൽജീവൻ പദ്ധതിക്കായി റോഡ് കീറിയ ഭാഗം പൂർവ്വസ്ഥിതിയിലാക്കിയില്ല. മുക്കട്ട കരുളായി റോഡിൽ അപകട സാധ്യത വർദ്ധിക്കുന്നു. മഴ പെയ്താൽ പല ഭാഗത്തും റോഡിന്റെ ഒരു വശം ഓവുചാലായി മാറുകയാണ്. മുക്കട്ട മുതൽ പുള്ളി വരെ പദ്ധതിക്ക് പൈപ്പിടാൻ റോഡിന്റെ ഒരു വശം താഴ്ചയിൽ കീറിയിട്ടുണ്ട്. പൈപ്പിട്ട ശേഷം മണ്ണുകൊണ്ട് മൂടിയെങ്കിലും റോഡ് പൂർവ്വസ്ഥിതി ആയിട്ടില്ല. കൂടുതൽ ഭാഗങ്ങളിലും ടാറിങ്ങിന് പുറത്താണ് കുടിവെള്ള പദ്ധതി പൈപ്പിട്ടെങ്കിലും വീതി കുറഞ്ഞ സ്ഥലങ്ങളിൽ ടാറിങ്ങിന് ഭാഗത്തും ചാൽ കീറിയിട്ടുണ്ട്. ചില ഭാഗങ്ങളിൽ റോഡിൽ നിന്നെടുത്ത മണ്ണും കല്ലും കുന്നും കൂടി കിടക്കുന്നതിനാൽ റോഡിന് വീതി കുറവായ സ്ഥിതിയാണ്. റോഡിൽ പൈപ്പിട്ട് മൂടിയ ഭാഗത്ത് വാഹനം നിർത്തുമ്പോൾ മറ്റു വാഹനങ്ങൾ വരുമ്പോൾ സൈഡ് നൽകുമ്പോഴും വാഹനങ്ങളുടെ ടയറുകൾ താഴ്ന്നു പോകുവാനും കുഴിയിൽ വീണ് അപകടം സംഭവിക്കാനും സാധ്യത ഏറെയാണ്. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ മുക്കട്ട ഭാഗത്ത് മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടെ ഒരു ഇരുചക്ര വാഹനക്കാരൻ അപകടത്തിൽപ്പെട്ടു. 5 വർഷം മുമ്പ് കേന്ദ്ര റോഡ് ഫണ്ട് ബോർഡ് അനുവദിച്ച 16 കോടി രൂപ ചെലവിൽ മനോഹരമായി നിർമ്മിച്ച റോഡാണ് കുടിവെള്ള പദ്ധതിയുടെ പൈപ്പിടാൻ ചാൽ കീറിയതിനാൽ അപകട സാധ്യത ഏറിയത്. ഏറെക്കാലം തകർന്നു കിടന്ന ശേഷമാണ് പൊതുമരാമത്ത് വകുപ്പ് CRF ഫണ്ട് ഉപയോഗിച്ച് റോഡ് നവീകരിച്ചത്. അതോടെ മേഖലയിലെ മികച്ച റോഡായി ഇത് മാറുകയും ചെയ്തിരുന്നു. കുടിവെള്ള പൈപ്പിടൽ കാരണം രൂപപ്പെട്ട അപകട സാധ്യത ഒഴിവാക്കാൻ അടിയന്തര നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മൂത്തേടത്ത് ജനവാസ മേഖലയ്ക്ക് സമീപം പ്രവർത്തിക്കുന്ന ഫർണിച്ചർ നിർമ്മാണ യൂണിറ്റിൽ വൻ തീപിടുത്തം. മൂത്തേടം കോഴിപ്പറമ്പിൽ അബ്ദുൾ ജലീലിന്റെ ഉടമസ്ഥതയിലുള്ള ഫർണിച്ചർ നിർമ്മാണ യൂണിറ്റാണ് പൂർണ്ണമായും കത്തിനശിച്ചത്. ഫർണിച്ചറുകളും തടികളും ഉൾപ്പെടെയുള്ള സാമഗ്രികൾ പൂർണ്ണമായും കത്തിയമർന്നു. ഏകദേശം 15 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി കണക്കാക്കുന്നു. വീടുകളോട് ചേർന്നാണ് ഈ ഫർണിച്ചർ യൂണിറ്റ് സ്ഥിതി ചെയ്യുന്നത് എന്നതിനാൽ തീ പടരുമെന്ന ആശങ്കയിൽ സമീപവാസികൾ വലിയ പരിഭ്രാന്തിയിലായിരുന്നു. വിവരം അറിഞ്ഞ ഉടൻ തന്നെ സ്ഥലത്തെത്തിയ നിലമ്പൂർ അഗ്നിരക്ഷാ സേനയുടെ ഇടപെടലാണ് വലിയൊരു ദുരന്തം ഒഴിവാക്കിയത്. നിലമ്പൂർ അഗ്നിരക്ഷാ സേന യൂണിറ്റ് സ്റ്റേഷൻ ഓഫീസർ കെ ബാബുരാജൻ, ഗ്രേഡ് സ്റ്റേഷൻ ഓഫീസർ കെ യൂസഫ് അലി, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ മാർക്കോസ് എന്നിവരുടെ നേതൃത്വത്തിൽ 2.5 മണിക്കൂറോളം നീണ്ട കഠിന ശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണം എന്നാണ് പ്രാഥമിക നിഗമനം. വന്ദേ ഭാരത് ട്രെയിൻ യാത്രക്കാർക്ക് നിലമ്പൂരിലേക്ക് കണക്ഷൻ ലഭിക്കാൻ നിലമ്പൂർ ട്രെയിനുകളുടെ സമയം പുനർക്രമീകരിക്കുമെന്ന് സദേൺ റെയിൽവേ അഡീഷണൽ ജനറൽ മാനേജർ വിപിൻ കുമാർ. കുലുക്കല്ലൂർ സ്റ്റേഷനിൽ ക്രോസ് സൗകര്യം 10 മുതൽ ആരംഭിക്കുമെന്നും അറിയിച്ചു. നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ സന്ദർശനത്തിനെത്തിയ AGM PV അബ്ദുൽ വഹാബ് MP, ആര്യാടൻ ഷൗക്കത്ത് MLA എന്നിവരുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരത്ത് നിന്നും രാവിലെ 5:15 പുറപ്പെടുന്ന തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരത് രാവിലെ 10:02 ഷൊർണൂരിലെത്തുന്നത്.
കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:10 ഷൊർണൂരിൽ നിന്നും നിലമ്പൂരിലേക്ക് പുറപ്പെടും. വന്ദേ ഭാരതിലെത്തുന്നവർക്ക് നിലമ്പൂർ ട്രെയിൻ ലഭിക്കുന്നതിനായി നിലമ്പൂർ ട്രെയിനിന്റെ സമയം വൈകിക്കും. വൈകുന്നേരം 4:05 തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെടുന്ന മംഗലാപുരം വന്ദേ ഭാരത് രാത്രി 8:30 ഷൊർണൂരിലെത്തുക. 8:35 ഷൊർണൂരിൽ നിന്നും നിലമ്പൂരിലേക്കുള്ള മെമു പുറപ്പെടും. മെമുവിന്റെ സമയം 9 മണിയിലേക്ക് ക്രമീകരിക്കുവാനും ധാരണയായി. കുലക്കല്ലൂരിന് പുറമെ മേലാറ്റൂർ ക്രോസിംഗ് സ്റ്റേഷൻ ജൂലൈയിൽ തുറക്കുകയും ചെയ്യുന്നതോടെ നിലമ്പൂർ ഷൊർണൂർ പാതയിൽ കൂടുതൽ ട്രെയിനുകൾ സർവീസ് നടത്തുവാനുള്ള സാഹചര്യവും ഒരുങ്ങും. നിലമ്പൂർ യാർഡ് നവീകരണവും പ്ലാറ്റ്ഫോം വീതികൂട്ടലും അടക്കമുള്ള പ്രവൃത്തികളുടെ ടെൻഡർ നടപടികൾ വേഗത്തിലാക്കും. ഷൊർണൂർ നിലമ്പൂർ വേണാട് എക്സ്പ്രസ് നിലമ്പൂരിലേക്ക് നീട്ടുവാനുള്ള ആവശ്യം പ്ലാറ്റ്ഫോം വീതികൂട്ടലിന് ശേഷം പരിഗണിക്കാമെന്ന് ഉറപ്പും നൽകി. നിലമ്പൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പുതിയ വന്ദേ ഭാരത് എക്സ്പ്രസ് അനുവദിക്കണമെന്ന ആവശ്യവും ആര്യടൻ ഷൗക്കത്ത് മുന്നോട്ട് വച്ചു. രാജ്യത്തെ പ്രധാന ടൂറിസം കേന്ദ്രമായ നിലമ്പൂരിൽ നിന്നും വന്ദേ ഭാരത് ആരംഭിച്ചാൽ വയനാട്ടിൽ നിന്നുള്ളവർക്കും തമിഴ്നാട്ടിലെ നാടുകാണി ഗൂഡല്ലൂർ മേഖലകളിലുള്ളവർക്കും പ്രയോജനപ്രദമാകും. ടൂറിസം മേഖലയ്ക്കും ഉണർവ് ലഭിക്കും. 8 കോച്ചുകളുള്ള വന്ദേ ഭാരതിന് പാതയിൽ സർവീസ് നടത്തുന്നതിന് മറ്റ് സാങ്കേതിക തടസ്സങ്ങൾ ഒന്നുമില്ല. റെയിൽവേ ബോർഡാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. പാലക്കാട് ഡിവിഷണൽ റെയിൽവേ മാനേജർ മധുക്കർ റാവുത്ത്, പാലക്കാട് ഡിവിഷണൽ ഓപ്പറേഷൻസ് മാനേജർ ബാലമുരളി, ഡിവിഷണൽ എഞ്ചിനീയർ മുഹമ്മദ് അസ്ലം, പ്രിയങ്ക ഗാന്ധി എംപിയുടെ പ്രതിനിധി ജോഷുവ കോച്ചി, അനസ് യൂണിയൻ, ഡോക്ടർ ബിജു നൈനാൻ, യു നരേന്ദ്രൻ എന്നിവരും AGMുമായുള്ള ചർച്ചയിൽ പങ്കെടുത്തു. സംസ്ഥാനത്തെ മിൽമ പാലിന്റെ പുതുക്കിയ വില ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. ലിറ്ററിന് 4 രൂപയാണ് വർദ്ധിക്കുക. മിൽമ പുറത്തിറക്കുന്ന തൈര്, മോര് എന്നിവ അടക്കമുള്ള അനുബന്ധ ഉൽപ്പന്നങ്ങൾക്കും വില കൂടും. വെണ്ണ, നെയ്യ് പോലെയുള്ള ഉൽപ്പന്നങ്ങൾക്ക് ജനുവരിയിൽ വില കൂട്ടിയിരുന്നതിനാൽ വില വർധനവ് ഈ ഉൽപ്പന്നങ്ങൾക്ക് ബാധകമല്ല. നിലവിൽ കൈവശമുള്ള പാലുൽപ്പന്നങ്ങൾക്ക് പഴയ നിരക്കാകും ബാധകമാകുക. ക്ഷീര കർഷകന് 3.33 രൂപ ലഭിക്കുന്ന രീതിയിലാണ് പുതിയ വർധനവ്. പരീക്ഷയിൽ ലഭിക്കുന്ന A+കളുടെ എണ്ണത്തേക്കാൾ ഉപരി നിലവാരമുള്ള വിദ്യാഭ്യാസം വിദ്യാർത്ഥികൾക്ക് ലഭിക്കണമെന്നും ഇതിനായി വിദ്യാഭ്യാസ രംഗത്ത് സർക്കാർ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നും റവന്യൂ മന്ത്രി AP അനിൽകുമാർ മലപ്പുറം ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം തിരുവാലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നമുക്കറിയാം, നമ്മുടെ നാടിന്റെ വളർച്ചയിൽ, നമ്മുടെ ഓരോ കുടുംബത്തിന്റെ വളർച്ചയിൽ നമ്മളേറെ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്നത് നമ്മുടെ കുട്ടികളുടെ വളർച്ചയാണ്. അവർക്ക് ലഭിക്കുന്ന വിദ്യാഭ്യാസം, അവർ നാളെ എന്താകണമെന്നുള്ള സ്വപ്നം 1ാം ക്ലാസ്സിലേക്ക് കൈപ്പിടിച്ചു കൊണ്ടുപോകുമ്പോൾ തന്നെ ഓരോ രക്ഷിതാവിൻ്റെയും മനസ്സിൽ രൂപപ്പെട്ടു വരുന്നു. അതൊക്കെ വലിയ പ്രതീക്ഷകളായി മാറുന്നു. അതിനുവേണ്ടിയുള്ള പിന്നീടുള്ള ഒരു നീണ്ട യാത്രയാണ്. നമുക്കറിയാം, ഒരു വിദ്യാർത്ഥി പഠിച്ച് പുറത്തിറങ്ങുന്നത് വരെ ഓരോ രക്ഷിതാവും അനുഭവിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമുക്കറിയാം. അതിനെ കടന്നു വരുന്ന സന്തോഷവും സന്താപവും ഒക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പ്രയാസങ്ങൾക്ക് നടുവിലും ഇന്ന് കേരളത്തിലെ എല്ലാ കുടുംബങ്ങളും, ആ കുടുംബങ്ങളിലെ വീടുകളിലെ കുട്ടികൾ ഏറ്റവും നല്ല രീതിയിൽ പഠിക്കണം, വളരണം എന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഇത് നാടിന്റെ ഉത്സവമായി മാറുന്നത്. 10ാം ക്ലാസ് വിജയിച്ച വിദ്യാർത്ഥി അറിവിലും എഴുത്തിലും വായനയിലും മികവുള്ളവരാകണം. ക്ലാസ്സിലെ മുഴുവൻ വിദ്യാർത്ഥികളും മിടുക്കരാകുന്ന അവസ്ഥയുണ്ടാകണം. ലോകം മുഴുവൻ അറിവും തൊഴിലും തേടാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്നത് വിദ്യാലയങ്ങളാണ്. ആ രീതിയിൽ വിദ്യാഭ്യാസ രംഗത്ത് മികച്ച മാറ്റങ്ങൾ കൊണ്ടുവന്ന് പുതുയുഗ വിദ്യാലയങ്ങളാക്കുവാൻ സർക്കാർ നേതൃത്വം നൽകും. കുടുംബത്തിന്റെയും നാടിന്റെയും വളർച്ച എന്നത് അറിവ് നേടിയ വിദ്യാർത്ഥികളാണ്, മന്ത്രി പറഞ്ഞു. ഓണവും പെരുന്നാളും പോലെ സ്കൂൾ പ്രവേശനോത്സവവും നാടിന്റെ ആഘോഷമാണെന്നും മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. വിദ്യാരംഗം കലാസാഹിത്യവേദി 2025 നടത്തിയ സർഗോത്സവത്തിൽ 17 ഉപജില്ലകളിൽ നിന്നും പങ്കെടുത്ത സാഹിത്യ പ്രതിഭകളായ വിദ്യാർത്ഥികൾ രചിച്ച കവിതകളുടെ സമാഹാരം സ്മൃതിയുടെ പ്രകാശനവും തിരുവാലി GHSSന്റെ വീഡിയോ പ്രദർശന ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK അസലു അധ്യക്ഷത വഹിച്ചു. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KT അജ്മൽ, വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അമൃത, തിരുവാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമ താരിയൻ, ജില്ലാ പഞ്ചായത്ത് അംഗം PH ഷമീം എന്നിവർ വിശിഷ്ടാതിഥികളായി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ T ഷാനി, തിരുവാലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് നജീബ്, സ്ഥിരം സമിതി അധ്യക്ഷ സജന മനയിൽ, വാർഡ് മെമ്പർ P ശശി, SSKD PCT അബ്ദുൽ സലീം, ഡയറ്റ് പ്രിൻസിപ്പൽ KP രാജേഷ്, വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ സുരേഷ് കൊളശ്ശേരി, കൈറ്റ് ജില്ലാ കോർഡിനേറ്റർ K മുഹമ്മദ് ഷരീഫ്, HSS ജില്ലാ കോർഡിനേറ്റർ VP ഷാജു, SSK DPO MD മഹേഷ്, വണ്ടൂർ DEO സലാവുദ്ദീൻ, AEO പ്രേമാനന്ദൻ,
വണ്ടൂർ BPC ഷൈജി ടി മാത്യു, PTA പ്രസിഡന്റ് ടി രമേശ്, SMC ചെയർമാൻ K ജയദേവൻ, മദർ PTA പ്രസിഡന്റ് MC സിന്ധു എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. മലപ്പുറം DDE PV റഫീഖ് സ്വാഗതവും പ്രിൻസിപ്പൽ ഇൻചാർജ് S ജയചന്ദ്രൻ നന്ദിയും പറഞ്ഞു. 1ാം ക്ലാസ്സിലേക്ക് പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, പൂർവ്വ അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പുതിയ അധ്യയന വർഷാരംഭം. നിലമ്പൂർ ബ്ലോക്ക് മുനിസിപ്പൽ തല പ്രവേശനോത്സവം ഗവൺമെന്റ് മോഡൽ UP സ്കൂളിൽ നടന്നു. MLA ആരടൻ ഷൗക്കത്ത് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. അക്ഷരം വെളിച്ചമാണ്, അതിജീവനത്തിന്റെ ആയുധങ്ങളാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ മക്കൾ ഇന്ന് ഈ വലിയൊരു സ്വാതന്ത്ര്യത്തിന്റെ ലോകത്തേക്ക് കടന്നു വരിക, അക്ഷരങ്ങൾ അറിഞ്ഞ് പുതിയ ലോകമറിയാൻ, ശാസ്ത്രമറിയാൻ, സാമൂഹ്യ പാഠമറിയാൻ, ഒക്കെ ഭാഷയറിയാൻ ഒക്കെ മക്കൾ പഠിക്കുന്നതിലൂടെ ഒരു പുതിയ ലോകത്തേക്ക് കടന്നു വരുന്ന ഈ മക്കളെ നമുക്ക് നന്നായി പരിപാലിക്കാം, അവർക്ക് അറിവ് പകരാം. അധ്യാപകൻ എല്ലാം അറിയുന്നവരും വിദ്യാർത്ഥി ഒന്നും അറിയാത്ത കാലിയായ പാത്രങ്ങളുമല്ല. അറിവ് നേടാൻ സഹായിക്കുന്നവരാണ് അധ്യാപകർ എന്ന പുതിയ തിരിച്ചറിവ് നമുക്കുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി സി മാബ്ര ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് മുഖ്യ സന്ദേശം നൽകി. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഈച്ചു മുഖ്യാതിഥിയായി. പാഠപുസ്തക വിതരണം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിത നിർവഹിച്ചു. യൂണിഫോം വിതരണം വാർഡ് കൗൺസിലർ വിജയനാരായണനും അക്കാദമിക് മാസ്റ്റർ പ്ലാൻ പ്രകാശനം ഡോക്ടർ ബാബു വഗീസും നിർവഹിച്ചു. PTA പ്രസിഡന്റ് വിഷ്ണുദാസ്, BRC ഇൻചാർജ് ജയൻ, MTA പ്രസിഡന്റ് ഗ്രീഷ്മ എന്നിവർ സംസാരിച്ചു. AU ജേക്കബ് സത്യൻ സ്വാഗതവും പ്രധാനാധ്യാപകൻ സിദ്ദിഖ് ഹസൻ നന്ദിയും പറഞ്ഞു. വീട്ടിക്കുത്ത് GLP സ്കൂളിലും 2026-27 വർഷത്തെ പ്രവേശനോത്സവം വർണ്ണാഭമായി. വൈവിധ്യമാർന്ന പരിപാടികളാണ് പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി സ്കൂളിൽ നടത്തിയത്. ചടങ്ങ് നഗരസഭ ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ മേരി ഷിബു ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ നാളിന് വരെ അവരുടെ കുടുംബത്തിൽ നിന്ന് അവരുടെ മാതാപിതാക്കളെ വിട്ട് പ്രത്യേകമായ ഒരു അന്തരീക്ഷത്തിലേക്ക് ഈ വിദ്യാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ നമുക്കറിയാം, കുഞ്ഞുങ്ങൾ ആദ്യമായിട്ട് സ്കൂളിലേക്ക് വരുമ്പോൾ ഭയങ്കര കരച്ചിലും ബഹളമൊക്കെയാണ്. പക്ഷെ ആ സ്ഥിതികൾക്കൊക്കെ ഇവിടെ മാറ്റം വന്നു. കാരണം ഇന്ന് വളരെ ഉത്സാഹത്തോടെയാണ് നമ്മുടെ കുഞ്ഞുമക്കൾ ഇവിടെ വന്നിരിക്കുന്നത്. ആരുടെ കണ്ണിനും കണ്ണുനീരില്ല. ഞാൻ ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിനൊരു പ്രത്യേകത ഉണ്ടാകാം. ഇവിടുത്തെ അധ്യാപകരുടെ ഒരു പ്രത്യേക ഒരു താല്പര്യവും വാത്സല്യവും അവരുടെ ഒരു മാതൃത്വം കൂടിയാണ് കുഞ്ഞുങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. PTA പ്രസിഡന്റ് അനൂപ് അധ്യക്ഷത വഹിച്ചു. പാഠപുസ്തക വിതരണം കൗൺസിലർ ഷഫീഖ് മണലോടി നിർവഹിച്ചു. രാജീവ്, സിന്ധു, പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാനാധ്യാപിക രാധാമണി സ്വാഗതവും ജീന ജോർജ് നന്ദിയും പറഞ്ഞു. ജില്ലയിൽ കാലവർഷം ശക്തമാകുന്നതിന് മുന്നോടിയായി ദുരന്ത നിവാരണ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി മലപ്പുറം ജില്ലയുടെ ചുമതലയുള്ള പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീറിന്റെ അധ്യക്ഷതയിൽ ജില്ലാതല ഉദ്യോഗസ്ഥരുടെ അടിയന്തര അവലോകന യോഗം ചേർന്നു. ജില്ലയിലെ വിവിധ വകുപ്പുകളുടെ മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ മന്ത്രി വിലയിരുത്തി. കാലവർഷവുമായി ബന്ധപ്പെട്ടുണ്ടാകാനിടയുള്ള അടിയന്തര സാഹചര്യങ്ങൾ നേരിടുവാൻ എല്ലാ വകുപ്പുകളും പൂർണ്ണ സജ്ജരായിരിക്കണമെന്നും ജാഗ്രത പുലർത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. മുൻവർഷങ്ങളിലെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അപകട സാധ്യതയുള്ള മേഖലകളിൽ പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കുവാൻ യോഗത്തിൽ തീരുമാനമായി. റോഡുകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി റോഡരികിലെ കാടുകളും പടർന്നു പന്തലിച്ചു നിൽക്കുന്ന മരച്ചിലകളും അടിയന്തരമായി വെട്ടിമാറ്റുവാൻ മന്ത്രി നിർദ്ദേശം നൽകി. ഓടകൾ വൃത്തിയാക്കി സുഗമമായ ഒഴുക്ക് ഉറപ്പാക്കേണ്ടതുണ്ട്. പൊതുസ്ഥലങ്ങളിലും വിദ്യാലയ പരിസരങ്ങളിലും അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങളും ചില്ലകളും മുറിച്ചു മാറ്റുവാനും മന്ത്രി നിർദ്ദേശിച്ചു. പകർച്ചവ്യാധി പ്രതിരോധത്തിന്റെ ഭാഗമായി ജില്ലയിലുടനീളം തദ്ദേശ സ്ഥാപനങ്ങളുടെയും ആരോഗ്യ വകുപ്പിന്റെയും നേതൃത്വത്തിൽ വിപുലമായ ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുവാനും യോഗത്തിൽ തീരുമാനിച്ചു. പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുവാൻ വകുപ്പ് മേധാവികൾ സംവിധാനം ഏർപ്പെടുത്തണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. കൺട്രോൾ റൂമുകൾ സജ്ജമാക്കൽ, താലൂക്ക് തലങ്ങളിലെ ഏകോപനം എന്നിവയും യോഗം വിലയിരുത്തി. അവലോകന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഹാജി, ADM CS രാജേഷ്, ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കോവിലകത്തുമുറി അങ്കണവാടിയിലെ 2026 വർഷത്തെ കുട്ടികളുടെ പ്രവേശനോത്സവവും 2025 കുട്ടികൾക്കുള്ള യാത്രയയപ്പും വാർഡ് കൗൺസിലർ കൂടിയായ മുനിസിപ്പൽ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് ഉദ്ഘാടനം നിർവഹിച്ചു.
എല്ലാ കുട്ടികൾക്കും കൗൺസിലർ സമ്മാനങ്ങളും നൽകി. ALMC വക എല്ലാവർക്കും പായസ വിതരണം നടത്തി. യോഗത്തിൽ KK രാമനാഥൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ALMC അംഗങ്ങളായ MK ബാലകൃഷ്ണൻ, രാമചന്ദ്രൻ സ്വാമി, ശ്യാമള പാലക്കോൾ, സിനി സുന്ദരൻ, വിനോദിനി പാറപ്പുറം, ET വിനോദ്, രാമനാഥൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ അംഗനവാടി ടീച്ചർ മല്ലിക സ്വാഗതവും ശില്പ സന്ദീപ് നന്ദിയും പറഞ്ഞു. കരുളായി കുട്ടിമല അങ്കണവാടിയിൽ പ്രവേശനോത്സവവും യാത്രയയപ്പും സംഘടിപ്പിച്ചു. പുതിയ അധ്യയന വർഷത്തിലേക്ക് എത്തിയ കുരുന്നുകളെ മധുരം നൽകി സ്വീകരിച്ചു. പുതിയ കുട്ടികളെ വരവേൽക്കുന്നതിനൊപ്പം അംഗനവാടിയിൽ നിന്നും പഠനം പൂർത്തിയാക്കി സ്കൂളുകളിലേക്ക് പിരിഞ്ഞു പോകുന്ന കുട്ടികൾക്കുള്ള യാത്രയയപ്പും ചടങ്ങിന്റെ ഭാഗമായി നടന്നു. വാർഡ് മെമ്പർ സാജിദ മഴക്കാരത്ത് പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് അംഗനവാടിയിൽ നിന്നും പിരിഞ്ഞു പോകുന്ന കുട്ടികൾക്കുള്ള ഉപഹാരങ്ങൾ നൽകി. ചടങ്ങിൽ അഫ്ലുൽ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. വർക്കർ സുമയ ടീച്ചർ സ്വാഗതം പറഞ്ഞു. അഭിലാഷ്, അഫ്സത്ത് എന്നിവർ നേതൃത്വം നൽകി. ഗേറ്റിന്റെ ഉള്ളിൽ കുടുങ്ങിയ കാട്ടാടിനെ എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് രക്ഷപ്പെടുത്തി. നായ്ക്കൂട്ടത്തിന്റെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടു ഓടുന്നതിനിടയിൽ മരുത കല്ലോലിക്കൽ കൃഷ്ണകുമാറിന്റെ വീടിന്റെ ഗേറ്റിൽ കുടുങ്ങിയ കാട്ടാടിനെ ERF ടീം രക്ഷപ്പെടുത്തി RRTക്ക് കൈമാറി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.